ശ്രീരാജ്, വളരെ സങ്കീർണമായ ഒരു സ്ഥലത്താണ് ഈ ഹിറ്റാച്ചി അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഈ ഹിറ്റാച്ചി എത്തരത്തിലാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്? ഇത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അങ്ങനെ മനസ്സിലാകുന്നില്ല. എത്തരത്തിലാണ് ഈ കുടുങ്ങിക്കിടക്കുന്നവരിലേക്ക് എത്തിപ്പെടാൻ ഉള്ള സാധ്യതകൾ ഏത് വിധേനയാണ്? അങ്ങോട്ടേക്ക് വഴിയൊന്നും കാണുന്നില്ല ദൃശ്യങ്ങളിൽ. അങ്ങോട്ടേക്ക് ആൾക്കാർ വടം വഴി കെട്ടിയിറങ്ങാനോ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ അവിടെ പരിശോധിക്കുന്നുണ്ടോ? അതൊക്കെ ഏത് രീതിയിലാണുള്ളത്? ഓക്കെ, തീർച്ചയായും സംഗീത, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഹിറ്റാച്ചിക്ക് മുകളിലായി ഉള്ള ഭാഗത്താണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം നിലവിൽ ഉള്ളത്. അതുപോലെ തന്നെ നിരവധി നാട്ടുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് രക്ഷാപ്രവർത്തനത്തിന് സഹായകമായി അവിടെ നിലവിൽ ഉണ്ട്. നമുക്ക് കാണാം, ഇവർ നിൽക്കുന്ന ഭാഗത്തുകൂടി മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ. പാറ മാറ്റുന്നതടക്കമുള്ള രക്ഷാപ്രവർത്തന നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ ഈ മുകൾ ഭാഗത്താണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിലവിൽ ഉള്ളത്. അവിടെ നിന്നുമാണ് ഈ രക്ഷാപ്രവർത്തനം, ഈ പാറ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. പാറ പൊട്ടിക്കാനായി എത്തിച്ച ഹിറ്റാച്ചിയാണ്. അതുപോലെ തന്നെ പാറമടയിലെ തൊഴിലാളികൾ തന്നെയാണ് ഈ രണ്ടുപേരും. അവർക്ക് മുകളിലേക്കാണ് ഈ പാറ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് നിലവിൽ ഇവിടെ കടന്നു പോകുന്നതെന്നും രക്ഷാപ്രവർത്തനം എത്രത്തോളം സങ്കീർണമാണ് എന്നുള്ള കാര്യം തന്നെ എല്ലാം തന്നെ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. കാരണം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിലവിൽ നിൽക്കുന്ന ഭാഗത്തിൻ്റെ അവിടെ നിന്നുമാണ് പാറ പൊട്ടി ഈ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുമ്പോൾ തന്നെ അത് കൂടുതൽ സുരക്ഷിതത്വം മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രമേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലവിൽ ഉള്ളത്. എന്തായാലും എത്രയും വേഗം തന്നെ ഈ പാറ ഹിറ്റാച്ചിക്ക് മുകളിൽ നിന്ന് മാറ്റി ആ രണ്ടുപേരെ, ഈ ഹിറ്റാച്ചിയിൽ കുടുങ്ങിക്കിടക്കുന്ന രണ്ടുപേരെയും പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ്, എത്രത്തോളം സങ്കീർണമാണ് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിൽക്കുന്ന സ്ഥലം തന്നെ കണ്ടാൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം സങ്കീർണമായിട്ടുള്ള ഒരു ഇടപെടലായിരിക്കും അവിടെ ഉണ്ടാകുന്നത് എന്ന്. കാരണം ഈ ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ഭാഗത്തു നിന്ന് തന്നെയാണ് നേരത്തെയും പാറ ഇടിഞ്ഞു വീണിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് നിലവിലൂടെ കടന്നു പോകുന്നത്. നമുക്കിപ്പോൾ ഇവിടെയുള്ള ആളുകളുണ്ട്, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇവിടെ ഈ ഒരു വലിയ ബുദ്ധിമുട്ടിലാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉള്ളത്. എങ്ങനെയാണ് ഇതിപ്പോൾ രക്ഷാപ്രവർത്തനം ഒന്നും നടക്കുന്നില്ല. ഉദ്യോഗസ്ഥന്മാരെല്ലാം ചുമ്മാ കാഴ്ചക്കാരെ പോലെ നിൽക്കുക. ഫയർഫോഴ്സൊക്കെ ഉണ്ട്, എന്തെങ്കിലും വടം കെട്ടി എന്തെങ്കിലും ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇതിനടിയിലല്ലേ അവർ കിടക്കുന്ന രണ്ടുപേർ. അവരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ആ പാറ ഇനി ആ ഭാഗത്ത് നിന്ന് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഉണ്ട്. ഇനി ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഇറങ്ങുന്നവർക്ക് പോലും സുരക്ഷയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇത് നിലനിൽക്കുന്നത്. നിലവിൽ ഇവർ ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടത്താൻ എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഫയർഫോഴ്സ് എല്ലാം കാഴ്ചക്കാരെ പോലെ നിൽക്കുന്നു, അവരൊന്നും ചെയ്യുന്നില്ലല്ലോ. പാറയായതുകൊണ്ട് നമുക്ക് ഇറങ്ങുന്ന വലിയ റിസ്ക് ആണ്. അതിനുള്ള സുരക്ഷാ സംവിധാനം ഇല്ലാതാണ് ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സംഗീത, അതാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം കടുത്ത പ്രതിസന്ധിയിലാണ്.